മഹാരാഷ്ട്രയിൽ പുതിയ മഹായുതി സഖ്യം അധികാരമേറിയതിൽ രാജ്യമെമ്പാടും ആഹ്ലാദം അലയടിക്കുന്നു. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ ശിവസേന പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. 10 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത്. BJP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസാണ് മുഖ്യമന്ത്രി. NCP നേതാവ് അജിത് പവാർ, ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡെ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും ചുമതലയേറ്റു. ഇത് രാജ്യവ്യാപകമായി ആഘോഷമാക്കുകയാണ് NDA പ്രവർത്തകർ. ഇതിന്റെ ഭാഗമായാണ് ശിവസേന കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ മധുരം വിതരണം ചെയ്തത്. മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ വിജയം ദേശീയതയുടെയും ഹിന്ദുത്വത്തിന്റെയും വിജയമാണെന്നും ഹിന്ദുവിന്റെ ഹൃദയ സാമ്രാട്ടായിരുന്ന ബാൽ താക്കറെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ജനങ്ങൾ നൽകിയ കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും ശിവസേന നേതാവ് KP ജയരാജ് അഭിപ്രായപ്പെട്ടു. ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാസാഹേബ് താക്കറേജി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച ഒരു പ്രസ്ഥാനമായി മാറി ഉദ്ധവ് ശിവസേന പക്ഷം. അവർക്ക് ജനങ്ങൾ ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് ശിവസേന നേതൃത്വം, നരേന്ദ്രമോദിജി നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം, അതായത് മഹായുതി സഖ്യം വൻ വിജയം നേടിയിരിക്കുന്ന വിവരം ഞങ്ങളേവരും അറിഞ്ഞിരിക്കുമല്ലോ. യഥാർത്ഥ ശിവസേന ഏകനാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന വിഭാഗമാണെന്നും ഇത് ആദ്യം നീതിന്യായ കോടതിയും ഒടുവിൽ ജനകീയ കോടതിയും തെളിയിച്ചിരിക്കുകയാണെന്നും ജില്ലാ നേതൃത്വം ചൂണ്ടിക്കാട്ടി. KV നിതീഷ്, രവീന്ദ്രൻ ചീമേനി, കരിമ്പിൽ ബാലചന്ദ്രൻ, PK രാജൻ, രവീന്ദ്രൻ വാടുന്നോറടി തുടങ്ങിയവർ ആഘോഷത്തിന്റെ മധുര വിതരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.